മനോഹരമാണ് ഈ കാട്. രാത്രിയിലും ഇത്ര ഭംഗി. ശരി, നീ അതെല്ലാം നോക്കിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ശരി റാണി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. എന്താ മിന്നി മിന്നി? ആരാ നമ്മുടെ കാട്ടിൽ നിന്നോടൊപ്പം വന്നിരിക്കുന്നത്? ചിമ്പു അണ്ണാൻ പറഞ്ഞല്ലോ ആരോ വന്നിട്ടുണ്ടെന്ന്. അത് രാജ്ഞിയെ കാണാനായി ദൂരെ നിന്നും ഒരു മുയൽ വന്നിരിക്കുന്നു. എന്തിനാ അവൻ വന്നിരിക്കുന്നത്? രാജ്ഞിയെ കണ്ടു എന്തോ കാര്യം പറയണം എന്ന് പറയുന്നു. ശരി, അവനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. നമസ്കാരം, ഞാനാണ് ടോട്ടോ. ദൂരെ കുഞ്ഞുമലയിൽ നിന്നും വരികയാണ്. ഞങ്ങളുടെ കാട്ടിൽ വലിയ ദാരിദ്ര്യമാണ്. ജീവികളെല്ലാം ആഹാരം കിട്ടാതെ വിഷമിക്കുകയാണ്. കാട്ടിലെ മരങ്ങളിലൊന്നും പഴങ്ങൾ ഉണ്ടാകുന്നില്ല. പഴങ്ങളുണ്ടാകുന്ന മരങ്ങളെല്ലാം മനുഷ്യന്മാർ മുറിച്ചു കൊണ്ടുപോയി. ഞങ്ങളിനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോഴാണ് ഇവിടെ അത്ഭുതമരം ഉണ്ടെന്ന് കാക്കമൂപ്പൻ പറഞ്ഞത്. അത് കേട്ട് എന്നും പഴങ്ങൾ ഉണ്ടാകുന്ന അത്ഭുതമരത്തിന്റെ വിത്തുകൾ തേടി വന്നതാണ് ഞാൻ. വിത്തുകൾ എനിക്ക് തന്നാൽ ഞങ്ങളത് ഞങ്ങളുടെ കുഞ്ഞുമലയിൽ നട്ടു വളർത്തിക്കൊള്ളാം. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ള പഴങ്ങൾ ലഭിക്കുമല്ലോ. അത്ഭുതമരത്തിന്റെ കുറച്ച് വിത്തുകൾ എനിക്ക് തരുമോ രാജ്ഞി? കുഞ്ഞുമലയിൽ നിന്നോ? ഇത്രയും ദൂരെ നിന്നാണോ നീ വന്നത്? ഈ അപകടം പിടിച്ച വഴിയിലൂടെ നീ എങ്ങനെ ഇവിടെ എത്തി? ശരി, എനിക്ക് നിന്നെ ഇഷ്ടമായി. കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ അവർ ആരും പട്ടിണി കിടക്കാതിരിക്കാനായി ഇറങ്ങിത്തിരിച്ച ധീരനായ നിനക്ക് ഞാൻ അത്ഭുതമരത്തിന്റെ വിത്തുകൾ തരാം. ഇതാ, ഇത് കൊണ്ടുപോയി നിങ്ങളുടെ കാട്ടിൽ നടൂ. ഈ വിത്തുകൾ പെട്ടെന്ന് തന്നെ വളരും. നിങ്ങൾക്കാവശ്യമായ പഴങ്ങൾ എന്നും ഈ വിത്തിൽ നിന്നുണ്ടാവുന്ന മരങ്ങൾ നിങ്ങൾക്ക് തരും. എന്നും ഈ മരങ്ങളെല്ലാം പരിപാലിക്കണം കേട്ടോ. വലിയ ഉപകാരം രാജ്ഞി. ഞങ്ങൾ എല്ലാവരും എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഓ ശരി, ഇന്ന് രാത്രി നീ പോവേണ്ട. നാളെ രാവിലെ നീ പോയാൽ മതി കേട്ടോ. ശരി റാണി. ശരി ടോട്ടോ, നീ വിശ്രമിക്കൂട്ടോ. ശരി മിന്നി മിന്നി, നീ പറഞ്ഞത് ശരിയാണ് രാജ്ഞി. വളരെ നല്ലതാണ്. ഇപ്പോ സന്തോഷമായില്ലേ? ശരി മിന്നി മിന്നി, ഞാൻ പോവട്ടെ. അവരെല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ്. ശരി ടോട്ടോ, ഞാനും കൂടെ വരാം കാടിനപ്പുറം വരെ. ശരി മിന്നി മിന്നി, പിന്നെ കാണാം. ഹേ ഷെല്ലി, നീ എന്നെ കാത്തിരിപ്പുണ്ടല്ലേ? ടോട്ടോ, ഞാൻ പറഞ്ഞില്ലേ കാത്തിരിക്കാമെന്ന്. ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? അത്ഭുതമരത്തിന്റെ വിത്തുകൾ കിട്ടിയോ? വഴിയിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയോ? അത്ഭുതമരത്തിന്റെ വിത്തുകൾ കിട്ടി ഷെല്ലി. അത്ഭുതമലയിലെ രാജ്ഞി വളരെ നല്ലതാണ്. അവരെനിക്ക് വിത്തുകൾ എല്ലാം തന്നു. പിന്നെ വഴിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് എനിക്ക് നല്ലൊരു കൂട്ടുകാരിയെയും കിട്ടി. മിന്നി മിന്നി, അവൾ എന്നെ കുറേ സഹായിച്ചു. ഓ, അപ്പോ നിറയെ കൂട്ടുകാരായല്ലേ ഇവിടെ. ഇനിയും ഇടയ്ക്കെല്ലാം വരണേ. ഓ ശരി ഷെല്ലി, നീ ഞങ്ങളുടെ കാട്ടിലേക്ക് വാ. വരാം, ഞാൻ ഒരിക്കൽ. ശരി, ഞാൻ പോട്ടെ ടോട്ടോ. വളരെ നന്ദി ഷെല്ലി. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇതിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേനെ. ഹായ്, അതാ ടോട്ടോ വരുന്നു. ടോട്ടോ വന്നു, ടോട്ടോ വന്നു.
ഹേയ് ദാ ടോട്ടോ വരുന്നു. മോനെ, എത്ര ദിവസമായി നീ പോയിട്ട്? നീ വന്നല്ലോ, കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അത്ഭുതമരത്തിന്റെ വിത്തുകൾ കിട്ടിയോ ടോട്ടോ? കിട്ടി കാക്കാമൂപ്പ. അത്ഭുതമലയിലെ രാജ്ഞി എനിക്ക് അത്ഭുതമരത്തിന്റെ വിത്തെല്ലാം തന്നു. വളരെ നല്ല രാജ്ഞിയാണവർ. കൂടാതെ എനിക്ക് നല്ല കുറേ കൂട്ടുകാരെയും കിട്ടി അവിടെ നിന്ന്. ശരി കൂട്ടുകാരെ, നമുക്ക് ഈ വിത്തുകൾ ഇവിടെയെല്ലാം നടാം. ഇതാ വിത്ത് മുളച്ചു വരുന്നു. വെള്ളം ഒഴുക്കി കുറച്ചുകൂടി. പിന്നെ ഒരു കാര്യം, ഇനിയെങ്കിലും നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കണം. ഇനിയും മരങ്ങൾ മുറിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അവരെ എല്ലാവരെയും നമുക്ക് നേരിടാം. ടോട്ടോ, നീയാണ് യഥാർത്ഥ ഹീറോ. ഫ്രണ്ട്സ്, ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമല കാടിനെയും ഇഷ്ടമായോ? ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കഥകൾ ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കല്ലേ. ബൈ.